അവർ തുടങ്ങി. നിയമസഭാ ഹാളിനകത്തേക്ക് ആദ്യമെത്തിയത് കെ.ടി. ജലീൽ, ഭരണപക്ഷത്തുനിന്ന് സി.പി. മുഹമ്മദും, തൊട്ടുപിന്നാലെ മുൻമന്ത്രിമാരായ സി. ദിവാകരനും മുല്ലക്കര രത്നാകരനും. കന്നിക്കാരിൽ മണലൂർ എം.എൽ.എ. പി.എ. മാധവനാണ് ഒരു സ്കൂൾ കുട്ടിയുടെ അമ്പരപ്പോടെ ആദ്യമെത്തിയത്. പിന്നീടങ്ങോട്ട് വമ്പന്മാരുടെ കടന്നുവരവായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബെന്നി ബെഹനാൻ. സി. ദിവാകരൻ ഉമ്മ കൊടുത്ത് സ്വീകരിച്ചു. ഇ.പി. ജയരാജനാകട്ടെ പുറകിലാകും സീറ്റെന്ന് ആത്മകഥം പറഞ്ഞെങ്കിലും രണ്ടാം നിരയിൽ തന്നെ സീറ്റ് ലഭിച്ചു. മന്ത്രിമാരുടെ മുൻനിര സീറ്റിൽ ടി.എം. ജേക്കബ് ആദ്യമെത്തി. പഴയ ഓർമ്മയിൽ മുൻമന്ത്രിമാരായ പി.കെ. ഗുരുദാസനും എ.കെ. ബാലനും ഭരണപക്ഷ ബെഞ്ചിലാണ് ആദ്യമെത്തിയത്. ഇതിനിടെ ആ ചരിത്ര സംഭവം നടന്നു. നിയമസഭയുടെ സുവർണ വെളിച്ചത്തിലേക്ക് കെ. മുരളീധരൻ എത്തി. പ്രതിപക്ഷ നിരയിലേക്ക് നോക്കി കെ. കരുണാകരനെ പോലെ കണ്ണിറുക്കി ചിരിച്ചു. 60ന്റെ നിറവിലായ പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാപ്പയുടെ നേതൃത്വത്തിൽ ലീഗ് പട്ടാളം ഒരുമിച്ച് സഭയിലേക്ക് മാർച്ച് ചെയ്തു. കൂട്ടത്തിൽ എം.കെ. മുനീറിനെ മാത്രം കണ്ടില്ല. എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ച് യൂണിഫോമായപ്പോൾ നിറമുള്ള ചില കാഴ്ചകളുമുണ്ടായി. കെ.വി. ഗണേഷ് കുമാറും തോമസ് ഐസക്കും സി. രവീന്ദ്രനാഥും പതിവ് പോലെ കളർഫുൾ. ഇവർക്ക് കൂട്ടായി ഏറ്റുമാനിൽ നിന്ന് സുരേഷ് കുറുപ്പും. വീണ്ടും പ്രതിപക്ഷ സീറ്റിൽ വി.എസ്. ഉറച്ചിരുന്നപ്പോൾ അഭിവാദ്യമർപ്പിക്കാൻ പലരുമെത്തി. കൈനീട്ടി നിന്ന സമദാനിയെ മൈൻഡ് ചെയ്യാതെ വി.എസ്. സ്റ്റൈൽ ഒരു ഷെയ്ക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക്. 8:55 കഴിഞ്ഞു. ഫസ്റ്റ് ബെൽ നീട്ടിയടിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയും കന്നിക്കാരായ ഹൈബിയുടനും എം.പി. വിൻസെന്റും എത്തി. ചെന്നിത്തലയ്ക്ക് രണ്ടാം നിരയിൽ ഡൈക്കറ പുരണ്ട ഈ സീറ്റാണെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ ആനത്തലവട്ടം ആനന്ദനായിരുന്നു ഇവിടെ. ഇതിനിടെ പ്രോണ്ടൈം സ്പീക്കർ എൻ. ശക്തൻ സ്പീക്കർ സീറ്റിലെത്തി. സീറ്റ് കണ്ടെത്താനാകാതെ പാവു ഹൈബിയുടൻ ഓട്ടവും തുടങ്ങി. ഒടുവിൽ ടി.എൻ. പ്രതാപൻ സഹായിച്ചു. സീറ്റ് കണ്ടു. ആശ്വാസമായി. തൊട്ടടുത്ത് ജോസഫ് വാഴക്കൻ. അങ്ങനെ ചിരിച്ചും ചിന്തിച്ചും 140 പേരും സീറ്റുറപ്പിച്ചതോടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങി. മാർഷൽ വി. സെബാസ്റ്റ്യൻ, ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.